നമ്മൾ അറിയാതെയും പറയാതെയും പോകുന്ന എത്രയോ മരുന്ന് ചെടികൾ നമുക്ക് ചുറ്റും നമ്മുടെ വീട്ടിടങ്ങളിലും നാട്ടിൻപുറങ്ങളിലൊക്കെ ഉണ്ടാവും. പക്ഷേ നമുക്ക് അവയൊക്കെ തിരിച്ചറിയാൻ കഴിയില്ല. ഓരോ ചെടിയായിട്ട് നമുക്കങ്ങനെ എപ്പോഴെങ്കിലും മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിലെല്ലാം എത്രയോ ഔഷധ ഗുണങ്ങളുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും. ഇത് പൂവാങ്കുറ് നിലയാണ്. ഈ അടുത്താണ് ഞാനിത് ഈ ഒരു ചെടിയെ കുറിച്ച് മനസ്സിലാക്കിയത്. ഇത് നമ്മുടെ കാഴ്ചശക്തി കൂട്ടും. പിന്നെ എത്രയോ ഗുണങ്ങളുണ്ട്. ഓരോരോ ഗുണങ്ങൾ നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഓരോ മരുന്നിനെ പറ്റി നമ്മൾ അറിഞ്ഞാൽ നമ്മൾ അതിനെ സംരക്ഷിക്കാനുള്ള വഴികൾ നമ്മൾ ആലോചിക്കും. ഇതിൻ്റെ ഈ വിത്ത്, ഇതാണ് ഇതിൻ്റെ വിത്ത്. ഈ വിത്ത് മുളച്ചിട്ട് വീണ്ടും വീണ്ടും തൈകൾ ഉണ്ടാക്കുന്നു. ഇത് സംരക്ഷിച്ച് നിർത്തുകയാണ്. ഇത് തനിയെ മുളച്ചതാണ്, പക്ഷെ ഞാനിപ്പോൾ ഇത് കളയാതെ ഇവിടെ സംരക്ഷിച്ച് നിർത്തുകയാണ്. അങ്ങനെ നമുക്ക് ചുറ്റും എത്രയോ മരുന്ന് ചെടികൾ നമ്മൾ അറിയാതെ ഉണ്ട്. നമ്മുടെ നിത്യ ഉപയോഗത്തിൽ അവയൊക്കെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് വേറെ പുറമേ നിന്ന് രോഗങ്ങൾ തടയാനും പുറമേ നിന്നും മരുന്ന് നമുക്ക് ആവശ്യമില്ലാത്ത എത്രയോ ചെടികൾ നമുക്ക് ചുറ്റുമുണ്ട്. ഈ മരുന്നുകളൊക്കെ നമ്മുടെ ഔഷധമായി നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതുതന്നെ നമുക്കൊരു രോഗപ്രതിരോധ ശക്തി കൂട്ടുകയും നമ്മുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുകയൊക്കെ ചെയ്യും. നമ്മൾ അവയൊക്കെ തിരിച്ചറിയാതെ പോകുന്നു എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം. പണ്ടുള്ളവർക്ക് ഇപ്പോഴുള്ളവരെക്കാൾ പണ്ടുള്ളവർക്ക് ഇതിനെപ്പറ്റിയൊക്കെ വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു. ഈ ചെടികളെ കുറിച്ചുള്ള വ്യക്തമായ ധാരണ അവർക്കുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതൊക്കെ മൺമറഞ്ഞു പോവുകയും നമുക്കിതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മ ഈ ചെടികളൊക്കെ നശിച്ചു പോകാനും കാരണമായിത്തീരുന്നു.